എടാ ഒന്ന് വേഗം വാ, അവൾ ഇപ്പോൾ പോകും. അവിടെ നിൽക്ക്, ഒരു മിനിറ്റ്. ആ ഇനി വണ്ടി എടുക്ക്. ഓള് പോയാൽ അനക്ക് എൻ്റെ അടുത്തുനിന്ന് കിട്ടും. പടച്ചോനെ, ഓള് പോവരുതേ, അല്ലെങ്കിൽ ഈ ചെക്കൻ എൻ്റെ പരിപ്പൂരും. ഹൈ, നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ഞാൻ ആഷിക്ക്, എല്ലാവരും എന്നെ സാനു വിളിക്കും. ഹമീദിൻ്റെയും സജ്നാൻ്റെയും പൊന്നോമന പുത്രൻ. പിന്നെ എനിക്ക് 2 ഇത്താത്തമാരുണ്ട്, ഷംന, സന. 2 ആളും മാരേജ് കഴിഞ്ഞ് സെറ്റിലാണ്. ഇപ്പോൾ എന്നെക്കുറിച്ച് ഏകദേശം മനസ്സിലായില്ലേ? ബാക്കിയൊക്കെ വഴിയെ മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടെ എന്താ നടന്നത് അറിയണ്ടേ? അതിനു മുമ്പ് എൻ്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്താം. ഇപ്പോൾ എന്നോട് സംസാരിച്ചത് അൻവർ എന്ന ഞങ്ങളുടെ അനു. പിന്നെ വേറെ ഒരാൾ കൂടെ ഉണ്ട്, അജ്മൽ എന്ന അജു. പിന്നെ ഇപ്പോൾ നടന്നത് എൻ്റെ പെണ്ണു ഉണ്ട്, സ്കൂൾ വന്നിക്കണു. അപ്പോൾ ഓളെ കാണാൻ പോവാണ്. ആരാ ആള് എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നേ? അവളെ പേര് ദിൽഷ. ഇപ്പോൾ 10 കഴിഞ്ഞു. അപ്പോൾ അവൾ ടീസി വാങ്ങാൻ വന്നിട്ടുണ്ട് പറഞ്ഞിരുന്നു മെസ്സേജ് അയച്ചപ്പോൾ. ഓളോട് എൻ്റെ ഇഷ്ടം ഇതുവരെ പറഞ്ഞിട്ടില്ല. പറയാനുള്ള പേടി കൊണ്ട് ഒന്നുമല്ല, അതിനൊരു സമയം ഒത്തു വന്നിട്ടില്ല. പിന്നെ ഓള് നോ പറഞ്ഞാലോ? ചിന്ന ഭയം, അത്രേ ഉള്ളൂ. ഓൾക്ക് മെസ്സേജ് അയക്കലുണ്ട് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ. ഫ്രണ്ട്സ് എങ്ങനെയായത് എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നേ? അവളെ ക്ലാസ്സിലെ ഒരു കുട്ടിയുണ്ടല്ലോ, എൻ്റെ ഫ്രണ്ട് അനുവില്ലേ, അവൻ്റെ ലവറായി ലിയയും ദിൽഷയും ഒപ്പമാണ് സ്കൂൾ വിട്ടു പോവാൻ. അവരെ വീട് അടുത്തടുത്താണ്. ലിയനെ അനു കാണാൻ പോകുമ്പോൾ ഞാനും അവൻ്റെ കൂടെ പോവലുണ്ട് വെറുതെ. അവർ സംസാരിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ വെറുതെ ഇരിക്കല്ലേ, അപ്പോൾ ഞങ്ങൾ 2 പേരും കമ്പനിയായി. ആദ്യമൊക്കെ അവൾക്ക് സംസാരിക്കാൻ മടിയായിരുന്നു, പിന്നെ കമ്പനിയായിയാണ്. ഇന്ന് മെസ്സേജ് അയച്ചപ്പോൾ അറിഞ്ഞതാണ് ഓള് വരുന്നുണ്ടെന്ന്. ഞങ്ങൾ സ്കൂൾ ഗേറ്റ് പുറത്ത് നിൽക്കുകയായിരുന്നു. ഓള് പോയോ ആവോ? ഇല്ല, പോയിട്ടില്ല. ഓളെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചിരിച്ച് കളിച്ച് വരുന്നുണ്ട്. ഒരു നിമിഷം ഞാൻ നോക്കി നിന്ന് പോയി. ഡാ, ഈ ആരെ കിനാവ് കാണുക? ഓളുതാ എൻ്റെ അടുത്തേക്ക് വരുന്നു. ഹായ്, എന്തൊക്കെ സുഖമല്ലേ? ഡാ പൊട്ടാ, ഈ ഓള് ചോദിക്കണൊന്നും കേൾക്കുന്നില്ലേ? എന്താടാ തൊരപ്പാ? ഹലോ, ഞാൻ ചോദിച്ചതൊന്നും കേട്ടില്ലേ? ആരെ കിനാവ് കാണുക ഇയ്യ്? അഹഹാ, ഞാൻ കേട്ടില്ല, എന്താ പറഞ്ഞേ? ഓഹോ, ഒന്നുമില്ല, സുഖമല്ലേ ചോദിച്ചതാ. അല്ല, എന്താ ഇവിടെ? ആ, സുഖം. ഞങ്ങൾ ഇവൻ്റെ കൂടെ വന്നതാ. ഇവൻ്റെ ലൈനിനെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ചുമ്മാ വന്നതാ ഇവൻ്റെ കൂടെ. അനുവിനെ ചൂണ്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞു. എപ്പോൾ എന്നുള്ള രീതിയിൽ അവൻ എന്നെ നോക്കുന്നുണ്ട്. അതിന് അവൾ ഉമ്മാൻ്റെ വീട്ടിലായത് കൊണ്ട് കസിൻ്റെ കൂടെ വന്നു മേടിച്ചു പോവുകയാണെന്ന് പറഞ്ഞിരുന്നു. അവൾ ചിലപ്പോൾ പറയാൻ മറന്നതാവും. എന്നാൽ ഇവനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ലിയനോട് ചോദിച്ചു പോവാമെന്ന്. അപ്പോൾ അവന് സർപ്രൈസ് കൊടുക്കണം പോലും. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് പട്ടി എന്നുള്ള രീതിയിൽ അനു എന്നെ ദഹിപ്പിച്ചു നോക്കുന്നുണ്ട്. സംഭവം ലിയ ഇന്ന് കസിൻ്റെ കൂടെയാണ് വരുന്നത്. അപ്പോൾ കാണാൻ വരണ്ട പറഞ്ഞതാണ്. ഇവൻ പോകുന്നില്ല പറഞ്ഞു ഇരിക്കുകയായിരുന്നു. ഞാനാണ് എനിക്ക് ദിൽഷനെ കാണണം പറഞ്ഞ് ഇവനെ കൂട്ടിക്കൊണ്ടു പോന്നത്. എടാ, നീ ഇപ്പോഴും അവളോട് ഇഷ്ടം പറഞ്ഞില്ലേ? അല്ലേൽ ഏതേലും ചെക്കന്മാർ കൊത്തിക്കൊണ്ടു പോകും കേട്ടോ. അങ്ങനെ ആരും കൊത്തിക്കൊണ്ടു പോകുന്നില്ല. അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഈ അതും പറഞ്ഞിരുന്നോ? ഈ ഇന്നേലും അവളോടൊന്ന് പറയുമോ? ഇന്നോ? ഇന്ന് പറയേ? ഞങ്ങളോട് ഇനി ചോദിക്കണ്ട, ഈ എപ്പോഴേച്ചാ പറഞ്ഞോ? ഞാൻ പറയാം. ഓള് ഓൺലൈനിൽ ഉണ്ടോ നോക്കട്ടെ. ഉണ്ട്, ഓൺലൈൻ. ഒരു ബായ് അയക്കാം. ഹായ് ദിൽസ, എന്താ പണി? ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ ബോറടിച്ചിരിക്കുക. എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഉമ്മ ഉണ്ടോ? അങ്ങനെ ചോദിച്ചത് എന്താന്ന് വെച്ചാൽ, ഇനി ഓളെ അടുത്ത് ആരേലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് കണ്ട് ഓൾക്ക് സീൻ ആവണ്ട കരുതിയിട്ടാ. ഇല്ല, പറഞ്ഞോ. ഉമ്മ അവിടെ അടുക്കളയിൽ പണിയിലാണ്. എന്താ എനിക്ക് എന്നോട് പറയാനുള്ളത് വെച്ചാൽ, എനിക്ക് എന്നെ ഇഷ്ടമാണ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, കുറേ നാളായി തുടങ്ങിയിട്ട്. കുറേ നാൾ എന്ന് പറയുമ്പോൾ ഈ 9ൽ പഠിക്കുമ്പോൾ തന്നെ ഉണ്ട്. വെറുതെ പറയല്ല. അനുവിൻ്റെ കൂടെ വന്നു എനിക്ക് എന്നോട് സംസാരിച്ച് കമ്പനിയായി അന്ന് തന്നെ ഒരു ഇഷ്ടം തോന്നിയതാ. പക്ഷേ അപ്പോൾ ഒന്നും ഇതാണ് മനസ്സിലായില്ല.
അന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആണ് എനിക്ക് മനസ്സിലായത്. എന്നും കൂടെ കൂട്ടാനാണ് പ്ലാന്. എൻ്റെ റൂഹ് പിരിയും വരെ ഞാൻ അന്നെ എൻ്റെ പെണ്ണായി കൊണ്ടു നടക്കാനാണ്. ആര് കൂടെ ഇല്ലെങ്കിലും നീ എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ലവ് യു സോ മച്ച്. ഹായ്, ഞാൻ ദിൽഷ. അഫ്സലിൻ്റെയും ജസ്ലിൻ്റെയും ഒരേ ഒരു മോള്. എനിക്ക് ഒരു അനിയനുണ്ട്, ദിൽഷാദ് എന്ന ദിനു. ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ആഷിക്ക് എന്നെ ഹായ് പറഞ്ഞ് മെസ്സേജ് കണ്ടേ. അപ്പോൾ ഞാൻ റിപ്ലൈ കൊടുത്തു. ഓൻ എന്നോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറയെന്നും പറഞ്ഞു. പിന്നെ പറയുന്ന കാര്യം കേട്ടപ്പോൾ എൻ്റെ കിളി പാറി. ഒരു നിമിഷം സ്റ്റക്കായി നിന്നതിനു ശേഷം ഞാൻ റിപ്ലൈ കൊടുത്തു. അത് നടക്കൂലടാ, നമ്മൾ രണ്ടാളും 3 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. അതിന് ഇപ്പോൾ എന്താ, അത്രയ്ക്ക് വ്യത്യാസമില്ലേ? ഏജ് ഒന്നും കുഴപ്പമില്ല. ഈ ഒന്നുകൂടെ ആലോചിക്ക്. ഞാൻ വെയിറ്റ് ചെയ്യും ഈ യെസ് പറയുവോളം. പിന്നെ ഞാൻ കുറേ പറഞ്ഞു നോക്കി. ഓൻ എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ഓൻ ഞാൻ ഇല്ലാണ്ട് പറ്റൂലെന്നാ പറയണേ. ആലോചിച്ച് പറയാം. ഒരു ആഴ്ചക്ക് ശേഷം സാനു അന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ കുറേ ആലോചിച്ചു. ഇന്ന് പതിവ് പോലെ ആ കാര്യം പറഞ്ഞ് ഓൻ്റെ മെസ്സേജ് എന്നെ തേടിയെത്തി. ഞാൻ മറുപടി കൊടുത്തു. എനിക്ക് സമ്മതമാണെന്ന്. എനിക്ക് ഓനോട് ചെറിയ ഇഷ്ടം ആദ്യം ഉണ്ടായിരുന്നു. ഓൻ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമൊക്കെ തോന്നിയിരുന്നു. ഏജാണ് ആകെ ഉള്ള പ്രശ്നം. അധികവും എന്നെ +2 കഴിഞ്ഞാൽ കെട്ടിക്കും എന്നാണ് ഇവിടെ വീട്ടിൽ പറയുന്നത്. അപ്പോക്കിനും അവന് ജോലിയാവോ എന്നാണ് എൻ്റെ പേടി. ഒന്നാമത് ഓന് ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിട്ടുള്ളൂ. ഓൻക്ക് സീനില്ലേ? എനിക്കാ എന്തിന് സീൻ? എല്ലാം വരുന്നോർത്തിച്ചു കാണാം. പതിവ് പോലെ ഓളോട് അന്നത്തെ കാര്യം ഞാൻ ചോദിച്ചു. പക്ഷേ ഓള് എത്ര പെട്ടെന്ന് യെസ് പറയും ഞാൻ വിചാരിച്ചില്ല. സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടത് എനിക്ക് തന്നെ അറിയുന്നില്ല. എടാ, ഓള് യെസ് പറഞ്ഞടാ. അപ്പോൾ ഇന്ന് അവൻ്റെ വക ചെലവ്. അതന്നെ, ഇന്ന് ചെലവ് എൻ്റെ വക. എടാ, ഈയൊക്കെ പാടെ എന്നെ മുടിപ്പിക്കുവോ? അങ്ങനെ ഇണക്കങ്ങളും പിണക്കങ്ങളുമായി അവരുടെ പ്രണയം പൂത്തുലഞ്ഞു. 2.5 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് പഠിക്കുന്നത്. +2 കഴിഞ്ഞ് കെട്ടിക്കുമെന്ന് പറഞ്ഞിരുന്നത് പോലെ. +2 കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ പേടിച്ച പോലും ഒന്നും ഉണ്ടായില്ല. മാരേജ് പ്രൊഫഷനും കുറേ വന്നിരുന്നു. ഞാൻ പഠിക്കട്ടെ എന്നും പറഞ്ഞ് വാശി പിടിച്ചു. ഉപ്പ പറഞ്ഞു എന്നാ ഓള് പഠിച്ചോട്ടെ എന്ന്. പിന്നെ ആ കാര്യം പറഞ്ഞ് വന്നിട്ടില്ല. പതിവ് പോലെ സാനു മെസ്സേജ് അയച്ചു ഇരിക്കുന്ന ടൈമിലാണ് ഉമ്മയും ഉപ്പയും എൻ്റെ അടുത്ത് വന്നേ. ഉപ്പ ഇപ്പോൾ നാട്ടിലുണ്ട്. കുറച്ചായി വന്നിട്ട്. ഇനി പോണില്ല എന്നാ പറഞ്ഞേ. ഇനി ഇവിടെ വല്ല ജോലിയും നോക്കണം എന്നാ പറയുന്നേ. മോളെ, ഒരു കാര്യം പറയാൻ ഇപ്പോൾ വന്നേ. നമുക്ക് ഇപ്പോൾ ഒന്ന് ഉറപ്പിച്ചിട്ടാലോ? നാളെ ഒരു കൂട്ടർ എന്നെ കാണാൻ വരുന്നുണ്ടെന്ന് ഉപ്പാനോട് ഉപ്പാൻ്റെ ഫ്രണ്ട്സ് ആരോ പറഞ്ഞു കൊടുത്ത് കൂട്ടരാണ്. അത് കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. അത് വേണ്ട ഉമ്മ, എനിക്കിപ്പോൾ തന്നെ കല്യാണമൊന്നും വേണ്ട. എന്തോ കണ്ണൊക്കെ നിറഞ്ഞിരുന്നു അത് പറഞ്ഞപ്പോൾ. ഓലൊന്ന് ജസ്റ്റ് കണ്ടുപോയിക്കോട്ടെ. എൻ്റെ വാക്കുപോലും കേൾക്കാണ്ട് അവർ പോയി. ഞാൻ അപ്പോൾ തന്നെ സാനുവിനോട് കാര്യം പറഞ്ഞു. ഓൻ ആദ്യം ഒന്ന് മൗനം പാലിച്ചെങ്കിലും പിന്നെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി. ഓൻ വീട്ടിൽ വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് എന്താ ചെയ്യേണ്ടത്? ഒരു ഐഡിയയുമില്ല. സാനു വന്നാൽ ഉപ്പാൻ്റെ പ്രതികരണം എങ്ങനെയാക്കാരം? ഒക്കെപ്പാടെ ആലോചിച്ചിട്ട് പ്രാന്താവുന്നുണ്ട്. ഈവനിങ് ടൈം ആയപ്പോൾ അവരൊന്ന് ബെല്ലടിച്ചു. അത് കേട്ടപ്പോൾ വയറിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കൊള്ളിയാൻ മിന്നി. ഓനായിരിക്കുമെന്ന് മനസ്സ് പറയും പോലെ ഉമ്മ പോയി വാതിൽ തുറന്നു. ഉപ്പയും ഉണ്ടായിരുന്നു കൂടെ. ഞാൻ ജസ്റ്റ് ചെന്ന് നോക്കി. പ്രതീക്ഷിച്ച പോലെ തന്നെ സാനുവും അനുവും അജുവുമായിരുന്നു. എന്തോ ഒരു ഭയം എന്നെ പിടികൂടുന്നത് പോലെ ഞാൻ സാനുവിനെ നോക്കിയപ്പോൾ ഞാൻ കണ്ണ് ചിമ്മി കാണിച്ചു ചിരിച്ചു തന്നു. എൻ്റെ മുഖത്തെ ടെൻഷൻ കണ്ടുകൊണ്ടായിരിക്കാം. ആരാ മനസ്സിലായില്ല? ഞങ്ങൾ ഒരു കാര്യം ചോദിക്കാൻ വന്നതാ. കേറിയിരിക്കുക എന്താ പറയാനുള്ളേ? അത് വേറൊന്നുമല്ല. എനിക്ക് ഇവളെ ഇഷ്ടമാണ്. ഇന്നലെ ഇന്നോ തുടങ്ങിയതല്ല.
3.5 വർഷത്തോളമായി. ഓൾക്ക് തിരിച്ചും എന്നോട് ഇഷ്ടമാണ്. നിങ്ങൾ മാരേജ് പ്രപ്പോസൽ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് പറഞ്ഞപ്പോൾ ചോദിക്കാൻ വന്നതാണ്. ജോബ് ഇപ്പോൾ തന്നെ ഞാൻ ചെറിയ പണിക്ക് പോവാൻ തുടങ്ങിയിരിക്കുന്നു. പിന്നെ ചിലപ്പോൾ ഞാൻ അക്കൗണ്ടായി ഗൾഫിൽ പോവും. ഒരു വിസ ശരിയാക്കുന്നുണ്ട്. എനിക്ക് 3 വർഷം കഴിയുമ്പോഴേക്കും എല്ലാം ശരിയാവും. നിങ്ങൾ ഓളെ എനിക്ക് കെട്ടിച്ചു തരുമോ ചോദിക്കാൻ വന്നതാണ്. ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ഒരു കുറവുകളും അറിയിക്കാണ്ട. അത് കേട്ടപ്പോൾ അതുവരെ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഉപ്പാൻ്റെ മുഖം മാറി. മോളെ, ഞാൻ ഈ കേട്ടത് സത്യമാണോ? അനക്ക് ഓനെ ഇഷ്ടമാണോ? ആ, എനിക്ക് ഇഷ്ടമാണ്. എവിടെന്നാ കിട്ടിയ ധൈര്യത്തിൽ ഞാൻ പറഞ്ഞു. എന്നെ തല്ലിയില്ല എന്നുള്ളൂ. ഒരു നോട്ടം നോക്കി ഉപ്പ. ഇതുവരെ ഞാൻ കാണാത്തൊരു മുഖം, സങ്കടവും ദേഷ്യവും ഒക്കെപ്പാടെ കലർന്ന ഒരു മുഖം. ഇത് എന്തായാലും നടക്കൂല. ഇങ്ങക്ക് വേറെന്തേലും പറയാൻ ഉണ്ടേൽ പറഞ്ഞിട്ട് പോവാം. ഇനി എന്നോടൊന്നും പറയാൻ നിൽക്കണ്ട. ഇതിനെക്കുറിച്ച് എനിക്കൊരു ബന്ധത്തിനോട് താല്പര്യമില്ല. ഓൻ കുറേ പറഞ്ഞു നോക്കി. പക്ഷേ ഉപ്പ ഒന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. അജുവും മനുവും കുറേ പറഞ്ഞു നോക്കി. ഉപ്പ കേട്ടില്ല. ഞാനും കുറേ കരഞ്ഞു പറഞ്ഞു. ഉപ്പ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. ലാസ്റ്റ് അവർ ഒന്നും മിണ്ടാണ്ട് ഇറങ്ങിപ്പോയി. 3.5 വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് എൻ്റെ മാരേജ്. നിങ്ങളൊക്കെ കരുതും പോലെ സാനും ഒന്നുമല്ലട്ടോ ചെക്കൻ. അന്ന് എനിക്ക് ഒരു മാരേജ് പ്രൊപ്പോസൽ വന്നില്ലേ, അയാളാണ് ചെക്കൻ. എനിക്കൊന്നും ഇപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞാനും സാനുവും നെയ്ത്ത് കൂട്ടിയ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങളുമൊന്നും ഇനി ഓർമ്മ മാത്രം. ആഷിഫിനെ ആ പ്രശ്നത്തിന് ശേഷം എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. എൻ്റെ ഫോൺ മേടിച്ചു വെച്ചു. പിന്നെ ഉപ്പ നാട്ടിലുള്ളോണ്ട് കോളേജിക്ക് കൊണ്ടാക്കലും കൊണ്ടുവരലും എല്ലാം ഉപ്പയാണ്. ചില ദിവസങ്ങൾ ഉപ്പാക്ക് കൊണ്ടുവിടാൻ എന്തേലും സാഹചര്യം കൊണ്ട് പറ്റിയിട്ടില്ല എങ്കിൽ ഇവിടെ അടുത്തുള്ള ഓട്ടോക്കാരനെ ഏൽപ്പിക്കും. കുറേ പട്ടിണി കിടന്നു നോക്കി. എന്നിട്ടെന്താ മെച്ചമുണ്ടായി? ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം കിടന്നു. എന്നാലും ഉപ്പാൻ്റെ വാക്കിൽ മാറ്റമുണ്ടായിരുന്നില്ല. ഓനെ ഞാൻ കോളേജിലെത്തിയാൽ ഫ്രണ്ട്സിന് മുഖേന കോണ്ടാക്ട് ചെയ്യാൻ നോക്കി. ബട്ട് നിരാശയായിരുന്നു ഫലം. ഫോൺ സ്വിച്ച് ഓഫ്. എന്നും ട്രൈ ചെയ്യും. അന്നെല്ലാം ചെറിയ പ്രതീക്ഷയുണ്ടാവും. എല്ലാം എൻ്റെ തോന്നൽ മാത്രമാണെന്ന് മനസ്സിലായി. മെസ്സേജ് അയച്ചിട്ട് നോക്കി. എന്നാലും നോക്കുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴും ഓൻ മെസ്സേജ് നോക്കുന്നില്ല. ലാസ്റ്റ് സീനും കാണുന്നില്ല. DPയുമില്ല. ഒരു ദിവസം പോലും മെസ്സേജ് അയക്കാണ്ടും വിളിക്കാണ്ടും നിൽക്കാൻ കഴിയാത്തോലായിരുന്നു ഞങ്ങൾ. ആ ഞങ്ങളാണ് 3 വർഷം ഇങ്ങനെ മെസ്സേജ് അയക്കാണ്ടിയും വിളിക്കാണ്ടിയും നിന്നത്. പിന്നെ ആരോ വഴി അറിഞ്ഞു ഓൻ ഗൾഫിൽ പോയി എന്ന്. എല്ലാം കൊണ്ടും തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥ. എന്നെ കെട്ടാൻ പോണ ചെക്കൻ്റെ ഫോട്ടോ പോലും ഞാൻ കണ്ടിട്ടില്ല. ചെക്കൻ എന്നെ പുറത്തുനിന്ന് കണ്ടുക്കണത്രേ. എനിക്ക് കാണണോ ചോദിച്ചപ്പോൾ വേണ്ട പറഞ്ഞു ഞാൻ. എന്തിനാ ഇപ്പോൾ എനിക്ക് അയാളെ കണ്ടിട്ട്? അയാളെ ഫാമിലിയൊക്കെ എന്നെ കണ്ടിട്ട് പോയി. എല്ലാവർക്കും എന്നെ ഇഷ്ടമായി എന്നാ പറഞ്ഞേ. എത്രയും മാരേജ് നീട്ടിപ്പോയതെന്താ വെച്ചാൽ അയാളെ വീട് പണി ഇപ്പോൾ 2 കൊല്ലം മുമ്പേ ആണ് കഴിഞ്ഞേ. അപ്പോൾ കുറച്ച് കടമുണ്ട്. അപ്പോൾ അത് വീടാൻ കൊല്ലം കൂടെ വേണമെന്ന് ഉമ്മിട്ടി ആരോടോ പറയുന്നത് കേട്ടീന്. ഡോ, ഈ എന്താലോചിച്ച് നിൽക്കുക? ഈ എപ്പോഴും പഴയത് ആലോചിച്ചിരിക്കുവാണോ? ദേ, ചെക്കൻ വരാനായിട്ടോ. അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന ഓർമ്മകളൊന്നും അല്ലല്ലോ എൻ്റെ ജീവിതത്തിൽ കടന്നു പോയത്. എനിക്ക് കഴിയുന്നില്ലടി ഓനെ മറക്കാൻ. ദേ, ഈ നിമിഷം വരെ എന്നെ കെട്ടിക്കാൻ വരുന്ന ചെക്കനെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് സാനുവിൻ്റെ സ്ഥാനത്ത് എനിക്ക് മറ്റാരെയും കാണാൻ പറ്റില്ലടി. ഞാൻ പൊട്ടിക്കരഞ്ഞു. ഈ കരയല്ലടി, ഞങ്ങൾക്ക് സഹിക്കൂല കേട്ടോ. അതെന്നെ, ഞങ്ങൾ എന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതൊന്നുമല്ലോടി. വിധിയൊക്കെ തടുക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. ചില അവസ്ഥകൾ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഈ കരച്ചിൽ നിർത്തിക്ക. ഞങ്ങൾ ഇത്രയും നേരം കഷ്ടപ്പെട്ട് എൻ്റെ മുഖത്ത് ഇട്ട പൊട്ടി ഒക്കെ വെറുതെ ആയി പോകുമല്ലോടി. ഞങ്ങളെ കലവിരുത് പിന്നെ എങ്ങനെ എല്ലാവരും കാണുക? ചിലപ്പോൾ എൻ്റെ മുഖത്ത് കണ്ട ഇട്ട ഞങ്ങളെ കഴിവ് കണ്ട് ആരേലും ഓലെ മാരേജിന് ഞങ്ങളെ വിളിച്ചാലോ? എങ്ങാനും പറയാൻ പറ്റൂല. എവിടുന്ന് വരുന്ന കുരിപ്പേ ഈ സിറ്റുവേഷനിൽ അനക്ക് ഓരോ ചളി? അതിനൊക്കെ ഒരു കഴിവ് വേണം.
ദേ ഇപ്പോൾ കണ്ടോ ഓളി ചിരിക്കുന്നു. എൻ്റെ ഓരോ കൈവേ. ഊവ് ഊവ്. കണ്ടേച്ചാലും മതി ഊള ചളി. ഈ വല്ലാണ്ട് ഇളിക്കല്ലേ പോടി. സഹന എന്തോ പറയാൻ. നിനക്കിനി ആരോ പറഞ്ഞു. ചെക്കനും കൂട്ടരും വന്നു. നിക്കാഹിന് ടൈം ആയെന്ന്. എന്നെ സ്റ്റേജിൻ്റെ ബാക്കിൽ റൂമിലേക്ക് കൊണ്ടുപോവാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങക്ക് മനസ്സിലായില്ലേ ഇതുവരെ ഈ രണ്ടെണ്ണം തിരക്ക് കൂട്ടിയത് സ്റ്റേജിൽ നിന്നാണെന്ന്? ആരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അല്ലേ? രണ്ടിനും പിന്നെ ഇത് ആദ്യമേ പുത്തിരിയല്ല. ഇത് ഒക്കെ നമ്മൾ എത്ര കണ്ടതാ എന്ന രീതിയിലാണ് നിൽക്കുന്നത് രണ്ടും. നിക്കാഹിൻ്റെ ടൈം ആയപ്പോൾ എന്നെ റൂമിലേക്ക് കൊണ്ടുപോയി. എന്നെ ചെക്കൻ്റെ കൂട്ടക്കാർ മാറ്റിക്കാനും കൂടെയാണ് കൊണ്ടുപോയെ. നമുക്ക് പിന്നെ ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഒരു പ്രതിമ കണക്കെ നിന്നു കൊടുത്തു. പിന്നെ ആരോ പറഞ്ഞു നിക്കാഹ് കഴിഞ്ഞു, മഹർ കെട്ടാൻ ടൈം ആയെന്ന്. എന്നെ അവർ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. എന്തോ ഇപ്പോഴും ഒന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മെഹർ കെട്ടാൻ ചെക്കനോട് ആരോ പറഞ്ഞപ്പോൾ എൻ്റെ കഴുത്തിലെ മെഹർ കെട്ടി. ഏതൊരു പെണ്ണും സന്തോഷിക്കുന്ന നിമിഷമായിരിക്കും ഈ സമയം. പക്ഷേ എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. എങ്ങനെ സന്തോഷിക്കും? ഞാൻ ജീവന് തുല്യം സ്നേഹിച്ച ചെക്കൻ്റെ മെഹർ കൊതിച്ചവളല്ലേ ഞാൻ. എല്ലാം ആലോചിച്ചപ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞു. ഒരിറ്റ് കണ്ണിന് നിലം പതിച്ചു. അപ്പോഴും ഞാൻ എൻ്റെ കഴുത്തിൽ മെഹർ കെട്ടിയ ആളെ മുഖത്ത് നോക്കിയില്ല. ഈ ലോകം ഒന്ന് അവസാനിച്ചെന്നെങ്കിൽ എന്ന് വരെ തോന്നിപ്പോയി ആ നിമിഷം. അവിടെ കൂടി നിൽക്കുന്ന ചെക്കന്മാരിൽ ഒരാൾ പറഞ്ഞു ചെക്കൻ്റെ മുഖത്തേക്ക് നോക്കാൻ. ഞാൻ നോക്കിയില്ല. നോക്കാനുള്ള ത്രേണി എനിക്ക് ഉണ്ടായിരുന്നില്ല. സാനുവിൻ്റെ സ്ഥാനത്ത് വേറെയാളെ നിൽക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. എല്ലാവരും കൂടെ ബഹളമുണ്ടാക്കി. നോക്കാൻ പറഞ്ഞപ്പോൾ നിവർത്തി വെടിഞ്ഞു ഞാൻ നോക്കി. ഒരു വട്ടമാണ് നോക്കിയേ. കണ്ടത് സത്യമാണോ എന്നറിയാൻ ഒന്നും കൂടെ നോക്കി. അതെ, സത്യമാണ്. ഞാൻ കണ്ടത് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. സാനു കല്യാണ ചെക്കൻ്റെ വേഷത്തിൽ എൻ്റെ അടുത്ത്. ഞാനൊന്ന് സംശയിച്ചു നിന്നു. എന്നെ പറ്റിക്കുവാണോ എന്നൊരു തോന്നൽ ആ നിമിഷം എൻ്റെ ഉള്ളിൽ വന്നു. സംശയിച്ചു നിൽക്കണ്ട, ഞാൻ തന്നെയാണ് എൻ്റെ കഴുത്തിൽ മഹർ കെട്ടിയത്. എന്തോ അത് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് പരിസരബോധം മറന്ന് ഓനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കുറച്ചു കഴിഞ്ഞ് എൻ്റെ കരച്ചിലിൻ്റെ വോളിയം കുറഞ്ഞപ്പോൾ അവിടുന്നും ഇവിടുന്നും മുക്കലും മൂളലും കേൾക്കാൻ തുടങ്ങി. ഒരു ചമ്മിയ ചിരിച്ച് ഓൻ്റെ നെഞ്ചിന് തലയുയർത്തി എല്ലാവരും നോക്കി. എന്നിട്ട് വേഗം നേരെ നിന്നു. ആ കൂട്ടത്തിൽ ചിരിച്ചുകൊണ്ട് എൻ്റെ ഉപ്പ വരുന്നു. മോൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടെന്നറിയാം, എല്ലാം പറഞ്ഞു തരാം. ഓൻ അന്ന് വീട്ടിൽ വന്ന് എന്നെ കെട്ടിച്ചു തരുമോ ചോദിച്ചപ്പോൾ ഞാൻ അത് നടക്കൂല പറഞ്ഞത് ശരിയാണ്. എൻ്റെ മനസ്സിലും അങ്ങനെ തന്നെയായിരുന്നു. പിന്നീട് ഒരു ദിവസം ഓൻ എനിക്ക് വിളിച്ചു പറഞ്ഞു ഈ സ്ഥലത്തേക്ക് വന്നാൽ കാണാൻ പറ്റുമെന്ന്. ഞാൻ ആദ്യം പറ്റില്ല പറഞ്ഞു. അന്നത്തെ ആ പ്രശ്നത്തിൻ്റെ ദേഷ്യത്തിൽ പിന്നെയും അവൻ കുറേ പറഞ്ഞപ്പോൾ വരാ പറഞ്ഞു. വന്നു കണ്ട് സംസാരിച്ച്. പിന്നെ ഓൻ്റെ ഉപ്പയും ഉണ്ടായിരുന്നു കൂടെ. ലാസ്റ്റ് ഓൻ്റെ ഉപ്പയും കുറേ പറഞ്ഞപ്പോൾ ആലോചിക്കാം എന്ന് പറഞ്ഞു. പിന്നീട് അവൻ്റെ അവസ്ഥ കണ്ടപ്പോൾ പറ്റില്ല പറയാൻ തോന്നിയില്ല. പക്ഷേ ഞാൻ ഒരു ഡിമാൻഡ് വെച്ചു. മാരേജ് ആവുന്നത് വരെ എന്നോട് ഒരു കോണ്ടാക്റ്റും പാടില്ലെന്ന്. ഒരു നിമിഷം ഓൻ ആലോചിച്ച ശേഷം ഓക്കെ പറഞ്ഞു. അത് എന്തിനാ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ രണ്ടാളുമൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അത് കയ്യിൽ എടുത്ത് പ്രേമിച്ച് നടക്കും. അങ്ങനെയാണെങ്കിൽ ഓൻ എന്നെ കെട്ടാൻ വേണ്ടി നല്ലൊരു ജോലി അന്വേഷിച്ചു പോവും. ഓൻ പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയൂല എന്നാ ഞാൻ വിചാരിച്ചേനെ. പക്ഷേ ഓൻ പാലിച്ചു. എൻ്റെ അവസ്ഥ ഒക്കെ ഞാൻ കണ്ടിട്ടും കാണാണ്ട് നടക്കുവനു. ഓൻ്റെ പെങ്ങന്മാരെയും ഉമ്മാനെയും കണ്ടാൽ അനക്ക് മനസ്സിലായാലോ കരുതിയപ്പോൾ ഉറപ്പിച്ച് ഇടാനൊക്കെ ഇവരെ ഉമ്മാടെ ഏട്ടത്തിയുടെ മക്കളാണ് വന്നിരുന്നേ. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുഖത്തെ സന്തോഷം കാണാനാണ് ഇത്രയും നാടകം കളിച്ചേ. പിന്നെ എൻ്റെ മോളെ ഇഷ്ടത്തിന് എതിര് നിൽക്കാൻ അത്ര ക്രൂരനൊന്നുമല്ലട്ടോ ഞാൻ ഉപ്പാനെ പോയി കെട്ടിപ്പിടിച്ചു കരഞ്ഞു. പിന്നെ എല്ലാവരും കൂടെ എന്നെ പറഞ്ഞ് ഓക്കെ ആക്കിയപ്പോൾ ഞാൻ ഏറെക്കുറെ ഓക്കെ ആയി. ഞാൻ ഈ നിമിഷം പടച്ചോനോട് നന്ദി പറയാനാണ്. പടച്ചോനെ, ഞാൻ തെറ്റായി വല്ലതും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു തരണേ നാഥാ. ഇതുവരെ മോങ്ങിയെന്ന പെണ്ണാ, ഇപ്പോൾ എന്താ ഓളെ ചിരി. ആന്ന് എൻ്റെ മോളെ ഇപ്പോഴേലും അന്നേ ഒന്ന് മനസ്സറിഞ്ഞ് ചിരിച്ചു കണ്ടല്ലോ. പോടി, ജീവിതത്തിൽ ഒരിക്കലും ഇനി തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയ നിമിഷമാണ് എനിക്കിത് തിരിച്ചു കിട്ടിയത്. അതെ, എന്നെയൊക്കെ മറന്നോ?
ഞങ്ങളെ ഇടയിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് അനു പറഞ്ഞു. ഏയ്, നിങ്ങളെയൊക്കെ മറക്കാൻ പറ്റുമോ? ആ ഭാഗ്യം. അല്ല, ഈ എൻ്റെ പെണ്ണിനെ കണ്ടോ? ഇതാണ് ആ മുതൽ. ലിയനെ മുമ്പിലേക്ക് നിർത്തി ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ കണ്ണ് മീച്ചു കൊണ്ട് നോക്കി. ഇത് എങ്ങനെ? അതൊക്കെ ഒരു കഥയാണ് മോളെ. ഞങ്ങളെ റിലേഷൻ അവളെ കാക്കു പിടിച്ചതവിടെ. ഇവളെ വീട്ടിൽ വൻ സീനായി. പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. പ്രധാന കാരണം മോളെ കാക്കു ഫോൺ മേടിച്ചു വെച്ചു. ഇവളേത്? പിന്നെ ഓളെ കസിൻ വഴി അറിഞ്ഞു ഇവൾ ഗൾഫിൽ പോയി എന്ന്. അത് പിന്നെ എനിക്ക് വലിയ ഷോക്കായിരുന്നു. പിന്നെ ഞാൻ സാനുവിൻ്റെ കൂടെ തന്നെ ദുബായിലേക്ക് പോയി. സാനു വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ തന്നെ ആയിരുന്നു ഞാനും. ഒരു ജോലിയൊക്കെ ആയപ്പോൾ ഇവൾ നാട്ടിലെത്തിയിട്ട് ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയെ. നാട്ടിലെത്തിയിട്ട് വീട്ടിൽ പോയി ചോദിക്കണം കരുതി നിന്നിരുന്നു. ഒന്നുകൂടെ കൺഫേം ആക്കാൻ വേണ്ടി കുറച്ച് നാളുകൾക്ക് ശേഷം ഇവളെ കസിൻസിനോട് ചോദിച്ചു. അവൻ നാട്ടിലെത്തിയില്ലേ എന്ന്. 1 വർഷം മുമ്പ് മെസ്സേജ് അയച്ചു എന്ന് ഓന് പറഞ്ഞിരുന്നു. ഇവർ ഇപ്പോൾ നാട്ടിലാണെന്ന്. അപ്പോൾ അവിടെ ആയിരിക്കും എന്നാണ് എൻ്റെ മനസ്സിൽ. എന്നാലും വെറുതെ വീണ്ടും മെസ്സേജ് അയച്ചു. നോക്കിയപ്പോഴാണ് ഓൻ പറഞ്ഞ് അവർ 3 മാസം കഴിഞ്ഞേക്കണ് ഗൾഫിലേക്ക് വീണ്ടും പോന്നുക്കണു എന്ന്. അവർ അവിടെ നിൽക്കുന്നു ചോദിച്ചപ്പോൾ അവർ ദുബായിലാണെന്നും പറഞ്ഞു. പിന്നെ ശരിക്ക് ദുബായിൽ എവിടെ ചോദിച്ചു മനസ്സിലാക്കി. ഓളെ കാക്കാൻ്റെ നമ്പറും മേടിച്ചു. ആദ്യം ഇവളെ കാക്കാനെ വിളിച്ച് എന്നെ സ്വയം പരിചയപ്പെടുത്തി. പിന്നീട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ഇവളെ എനിക്ക് കെട്ടിച്ചു തരുമെന്ന്. ആദ്യം മോൻ ഞെട്ടി. എന്ത് വെച്ചാൽ ഇത്രയും വർഷമായിട്ട് ഞാൻ ഇവളെ മനസ്സിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല എന്ന് അറിഞ്ഞിട്ട്. ഞാൻ ഇത് എല്ലാം മറന്നുക്കണു എന്ന് കരുതിക്കണേ. എന്നോട് വീട്ടിൽ വന്ന് ചോദിക്കാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഒരു കാലത്ത് എതിർത്തവർ ഇത്രയും പെട്ടെന്ന് സമ്മതിക്കണേൽ കാരണമില്ലാതെ നിൽക്കില്ല. ഓന് അവർ ദുബായിൽ നിൽക്കുന്ന സ്ഥലം പറഞ്ഞു തന്നു. പിന്നീട് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത്. വീട്ടിൽ പിടിച്ചതിനു ശേഷം ഇവൾ ആരോടും മിണ്ടാറില്ല. ഒറ്റയ്ക്കൊരു റൂമിൽ ഏതു നേരവും ഇരിക്കുക. ആള് ഡിപ്രഷൻ അടിച്ച് എല്ലാത്തിനും നിന്നും ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. ഈ അവസ്ഥ വീട്ടുകാർക്ക് കാണാൻ നിൽക്കാതെ ആയപ്പോൾ കൗൺസിലിംഗ് ചെയ്തിട്ടാണ് ഇവൾ ഇപ്പോൾ അടുത്ത് ഓക്കെ ആയത്. പക്ഷേ മാരേജിനൊന്നും സമ്മതിച്ചിരുന്നില്ല. എന്നെക്കുറിച്ച് ഇവൾ വീട്ടുകാർ അന്വേഷിച്ചപ്പോൾ ഞാൻ ദുബായിൽ പോയി അറിഞ്ഞു. അതിനിടയിൽ എന്നെക്കുറിച്ച് അന്വേഷിക്കാനും ഇവർ തുടങ്ങി. കുഴപ്പമൊന്നുമില്ല എന്ന് കേട്ടപ്പോൾ അവർക്ക് കുഴപ്പമുണ്ടായില്ലത്രേ. പക്ഷേ എനിക്ക് ഇപ്പോൾ ഓളോട് ഇഷ്ടമുണ്ടാവുമോ പേടിയുണ്ടായിരുന്നു. എത്രയും കാലമായിട്ട് ഞാൻ അന്വേഷിച്ച് പോയിട്ടുമില്ലല്ലോ. സ്നേഹം പിടിച്ചു വാങ്ങാൻ കഴിയുന്നത് അല്ലല്ലോ. അതുകൊണ്ട് അവർ എന്തു ചെയ്യണം ആലോചിച്ച് നിൽക്കുകയാണ്. ഞാൻ പോവാതെ ഇരുന്നത് ജോബ് ശരിയാവട്ടെ എന്ന് കരുതിയാണ്. അല്ലാതെ പോയി ചോദിച്ചാൽ ജോബ് ഇല്ലെന്ന് പറയില്ലേ, അതുകൊണ്ടാണെന്ന് പറഞ്ഞ് അവരോട്. ഇതിനിടയിൽ എൻ്റെ ഫാമിലിയും എൻ്റെ അടുത്തേക്ക് പോന്നിരുന്നു. അപ്പോൾ ഞാൻ ഇവളെ കാര്യം ഉമ്മാനോട് ആദ്യം പറഞ്ഞിരുന്നതാണ്. ഇവളെ വീട്ടുകാർ വിളിച്ചു. പറഞ്ഞപ്പോൾ അങ്ങനെ ഉപ്പയും ഞാനും അനിയത്തിയും കൂടെ പോയി കണ്ടു. എന്നെ കണ്ടപ്പോൾ അവളും ഹാപ്പിയായി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഇവളെ എനിക്ക് അവിടെ നിന്ന് നിക്കാഹ് കഴിപ്പിച്ചു തന്നു ഇവളെ വീട്ടുകാർ. അങ്ങനെ അതും നടന്നു, 2 വീട്ടുകാരുടെയും പൂർണ്ണ സമ്മതത്തോടെ. ഇനി എന്ത് ചെയ്യാനാ, സഹിക്കല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. അനു അവരുടെ സ്റ്റോറി പറഞ്ഞ് നിർത്തിയതും പെട്ടെന്നായിരുന്നു അവൻ്റെ പുറം പൊളിയുന്ന ശബ്ദം കേട്ടത്. ആരാ അടിച്ചെന്ന് നോക്കിയപ്പോൾ ലിയ അനുവിനെ ദഹിപ്പിച്ചു നോക്കുന്നു. അപ്പോൾ കുട്ടി തന്നെയാണ് അടിച്ചത്. അവളെ അവസാനം കളിയാക്കിയതിനായിരിക്കും. ഞങ്ങൾ എല്ലാവരും ചിരിച്ചുകൊണ്ട് അനുവിനെ കളിയാക്കി. ലിയയുടെ നിക്കാഹ് കഴിഞ്ഞു ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷേ ആൾ ആരാണെന്ന് എനിക്ക് അന്വേഷിച്ചില്ല. അതിനു പറ്റി സിറ്റുവേഷൻ അല്ലായിരുന്നു ഞാൻ. ഇവർ വഴിയാണ് എനിക്ക് സാനുവിനെ കിട്ടിയത് തന്നെ. പുഞ്ചിരിച്ചുകൊണ്ട് സാനുവിനെ നോക്കിയപ്പോൾ ആ നിമിഷം തന്നെ ഓന് എൻ്റെ മുഖത്തേക്ക് നോക്കി. ചെക്കൻ എന്നെ നോക്കി സൈറ്റ് അടിച്ചപ്പോൾ നമ്മൾ തിരിച്ചും സൈറ്റ് അടിച്ചു കൊടുത്തു. ഇനി ഞാനായിട്ട് ഉറക്കണ്ടല്ലോ. എടി മതി, 2ഉം കൂടെ സൈറ്റ് അടിച്ചു കളിച്ചത്, സിയെ എൻ്റെ ചെവിക്കരികിൽ വന്നുകൊണ്ട് പറഞ്ഞു. നമ്മൾ ഒളി കണ്ണാലെ നോക്കി ചിരിച്ചു കൊടുത്തു. നീ കണ്ടുലേ എന്ന ഭാവത്തോടെ. അങ്ങനെ ഇണക്കങ്ങളും പിണക്കങ്ങളുമായി അവരുടെ ജീവിതം ഇനി തുടരുകയാണ് സുഹൃത്തുക്കളെ. പരസ്പരം ഇനി ഒന്നിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചവർ ഇന്ന് ഒന്നിച്ചു. പടച്ചോൻ്റെ കിതാബിൽ ദിൽസ ആക്കി എന്ന് ഉള്ളത് ആയതുകൊണ്ടായിരിക്കും അവർ ഏറ്റവും ആഗ്രഹിച്ച നിമിഷം വരെ തേടിയെത്തിയത്.
കാത്തിരിപ്പിനും ഒരു സുഖമുണ്ട്. അവ അങ്ങേയറ്റം കഠിന വേദന അനുഭവിച്ചത് ആണെങ്കിലും കാത്തിരുന്ന് കിട്ടുന്നതിൻ്റെ സുഖം വേറെ തന്നെയാ. അവസാനിച്ചു.